ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ മീനൊന്നും ഇല്ലാത്തപ്പോൾ മീൻകറിയുടെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 3-4 കുഞ്ഞുള്ളി, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. എല്ലാം ഒന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഒരു 4 കോവയ്ക്കായും ഒരു ചെറിയ കായും ഒരു ചെറിയ മാങ്ങയുമാണ് എടുക്കുന്നത്. അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും എല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടട്ടെ. പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക, കായ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ കൂടെ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു 10 മിനിറ്റ് പോലും വേണ്ട. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. മീനില്ല എന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. അത്രയും നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. ഇതൊന്ന് അടച്ച് വെച്ച് 6-7 മിനിറ്റ് ഒന്ന് വേവിക്കാം നമുക്ക്. അതെല്ലാം ഒന്ന് മാങ്ങയും എല്ലാമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 തണ്ട് കറിവേപ്പില ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കോവയ്ക്കയും കായയും എല്ലാം കൂടി ഇട്ട കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.